PV അൻവർ കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അൻവറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് കണ്ടെത്തൽ. 4 വർഷം കൊണ്ട് അൻവറിന്റെ ആസ്തി 14 കോടിയിൽ നിന്ന് 64 കോടിയായി വളർന്നുവെന്നും ED കണ്ടെത്തി. KFCയിൽ നിന്നെടുത്ത വായ്പകൾ വകമാറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പണം ടൗൺഷിപ്പ് പദ്ധതിക്ക് ഉപയോഗിച്ചതായി അൻവർ സമ്മതിച്ചതെന്നും ED പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു നമ്മളോടൊപ്പം. ജിജീഷ്, PV അൻവർ പല ദുരൂഹ ഇടപാടുകളും നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണോ ED കണ്ടെത്തിയിരിക്കുന്നത്? ആസ്തി 50 കോടിയിലേക്ക് വളർന്നത് അത്തരത്തിൽ എന്ന് തന്നെയാണോ ED നിഗമനം? രോഹിണി, വലിയ തോതിലുള്ള ക്രമക്കേടുകൾ, സാമ്പത്തിക തട്ടിപ്പുകളെല്ലാം തന്നെ നടത്തിയെന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് ED എത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു വാർത്താക്കുറിപ്പ് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറക്കിയിട്ടുള്ളത്. ഇന്നലെ കൊച്ചിയിൽ നിന്നുള്ള യൂണിറ്റ് അടക്കമായിരുന്നു റെയ്ഡ് നടത്തിയത്. PV അൻവറിന്റെ വീട്ടിലും സഹായികളുടെ വീട്ടിലും അടക്കം പരിശോധന നടത്തിയത്. 22.3 കോടി രൂപയുടെ ലോൺ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം നടന്നത് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. ഒരേ പ്രോപ്പർട്ടി ഈടുവെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വിവിധ ലോണുകൾ KFC വഴി തരപ്പെടുത്തി എന്ന കാര്യം അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട രേഖകളടക്കം ശേഖരിച്ച ശേഷമായിരുന്നു 14 മണിക്കൂറോളം നീണ്ട റെയ്ഡിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത്. ഒരേ സമയം PV അൻവറിന്റെ വീട്ടിലും ഒപ്പം തന്നെ സ്ഥാപനങ്ങളിലും സഹായികളുടെ വീടുകളിലും എല്ലാം തന്നെ അന്വേഷണ സംഘം എത്തുകയും ചെയ്തു. ലോൺ എടുത്ത തുക വകമാറ്റിയതായി തന്നെയുള്ള ഒരു സംശയമാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. സംബന്ധിച്ച് തന്നെയാണ് വിശദമായി ഉള്ള ഒരു അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുകയും ചെയ്യുന്നത്. അൻവറിന്റെ ബിനാമി സ്വത്തിടപാടുകളും പരിശോധിക്കുകയാണ് എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. മലകുളം കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ താൻ തന്നെയാണ് എന്ന കാര്യം ഈ ചോദ്യം ചെയ്യലിൽ PV അൻവർ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു PV അൻവറിൽ നിന്ന് തന്നെ ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ തേടിയത്. അപ്പോഴാണ് ഇക്കാര്യം സമ്മതിച്ചത്. ഡ്രൈവറുടെയും അടുത്ത ബന്ധുവിന്റെയും പേരിലാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ലോൺ എടുത്ത തുക മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് വകമാറ്റിയതായും കണ്ടെത്തി. 2016 14.38 കോടി രൂപയായിരുന്നു PV അൻവറിന്റെ ആകെ സ്വത്ത് എന്ന് പറയുന്നത്. 2016 14 കോടിയിൽ നിന്ന് അതിവേഗം 2021 എത്തുമ്പോഴത്തേക്ക് PV അൻവറിന്റെ ആകെ സ്വത്ത് വിവരങ്ങൾ എന്ന് പറയുന്നത്, സ്വത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അത് 64.14 കോടിയായി വർദ്ധിച്ചു. അങ്ങനെ വലിയ തോതിൽ സ്വത്തിൽ വർധനവുണ്ടായി. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരത്തിൽ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അടക്കമായിരുന്നു ED പരിശോധനകൾ നടത്തിയത്. അതിൽ വായ്പ തരപ്പെടുത്തിക്കൊണ്ട് ഒരേ ഈടിന്മേൽ പല വായ്പകൾ തരപ്പെടുത്തിക്കൊണ്ട് ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളെ കബളിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED കേസ് രജിസ്റ്റർ ചെയ്തതും PV അൻവറിനെതിരെ വിശദമായ ഒരു അന്വേഷണം ചെയ്യുകയും ചെയ്തത്. മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് അന്വേഷണ സംഘം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ PV അൻവറിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് എല്ലാം അന്വേഷണ സംഘം നടത്തി. ഓദായിലെ വീട്ടിൽ ആണ് ഇത്രയും നീണ്ട പരിശോധന നടത്തിയത്. നിരവധി രേഖകൾ ഈ പരിശോധനയിൽ അന്വേഷണ സംഘം പിടിച്ചെടുക്കുകയും ചെയ്തു. ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് സഹായികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും നിരവധി ഉദ്യോഗസ്ഥ സംഘം, വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം പങ്കെടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ പ്രവർത്തകർ, തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരടക്കം PV അൻവറിനെ കാണാൻ അവിടെ എത്തുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ ഇത് അനുവദിച്ചില്ല. ഇതേ തുടർന്ന് അവർ വലിയ തോതിലുള്ള പ്രശ്നങ്ങളെല്ലാം അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു റെയ്ഡിനിടെ. ശരി ജിജീഷ്, എന്തായാലും PV അൻവർ കഴിഞ്ഞ കാലങ്ങളിൽ കോടികളുടെ ദുരൂഹ ഇടപാടുകൾ നടത്തി എന്ന് തന്നെയാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.